ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനും ഒമാനും തമ്മിൽ നടന്ന ചർച്ച നിർണായക പുരോഗതി കൈവരിച്ചിരിക്കുന്നു. ആഴ്ചകളായി തുടരുന്ന സംഘർഷങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും താൽക്കാലിക വിരാമമിട്ടുകൊണ്ട് ഈ തന്ത്രപ്രധാന ജലപാത തുറക്കുന്നതിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇറാനും ഒമാനും തമ്മിൽ നടത്തിവരുന്ന ഉഭയകക്ഷി ചർച്ചകൾ നിർണായകമായ വഴിത്തിരിവിലാണ്. വിവിധ തലത്തിലുള്ള ചർച്ചകൾ വലിയ പുരോഗതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയതുപോലെ തന്നെ രാഷ്ട്രീയവും സാങ്കേതികവുമായ തലങ്ങളിൽ ഈ ചർച്ചകൾ വലിയ വിജയമാണ് കൈവരിച്ചിട്ടുള്ളത്. കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനുള്ള പുതിയ പാതകൾ രൂപീകരിക്കുക എന്നതാണ് ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. ഇരു രാജ്യങ്ങളുടെ പരമാധികാരവും ദേശീയ സുരക്ഷാ താൽപര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പുതിയ കപ്പൽ പാതകൾ നിർണ്ണയിക്കൂവെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സമ്മർദ്ദങ്ങൾക്കിടയിലും പ്രാദേശിക രാജ്യങ്ങളുടെ കൂട്ടായ ഇടപെടലിലൂടെ പ്രശ്നപരിഹാരം കാണാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. എന്താണ് ഹോർമുസ് കടലിടുക്കിലെ പുതിയ ഗതാഗത ക്രമീകരണം? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളും പുറത്തേക്ക് പോകുന്ന കപ്പലുകളും തികച്ചും വ്യവസ്ഥാപിതമായ രണ്ട് വഴികളിലൂടെയാകും ഇനി സഞ്ചരിക്കുക. ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന ചരക്ക് കപ്പലുകൾ ഇറാന്റെ തീരത്തോട് ചേർന്നും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെയുമായിരിക്കും സഞ്ചരിക്കുക. അതേസമയം ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഒമാന്റെ തീരത്തോട് ചേർന്നുള്ള പാതയായിരിക്കും ഉപയോഗിക്കുക. ഈ രീതിയിലൂടെ ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കപ്പെടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ഈ ജലപാതയുടെ പരിപാലനത്തിനും പാരിസ്ഥിതിക സുരക്ഷയ്ക്കും കാർഗോ കപ്പലുകളുടെ സുരക്ഷാ മുൻകരുതലുകൾക്കുമായി ഒരു ചെറിയ സർവീസ് ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ വരുമാനം ഇറാനും ഒമാനും തുല്യമായി പങ്കുവയ്ക്കാനാണ് ധാരണയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് അമേരിക്കയുടെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾക്ക് കാരണമായിട്ടുണ്ടെങ്കിലും പ്രാദേശിക രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന്റെ ഭാഗമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. ഇറാനും ഒമാനും തമ്മിലുള്ള ഈ ഉഭയകക്ഷി നീക്കങ്ങളെ വളരെ ഉറ്റുനോക്കുകയാണ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഭരണകൂടവും ഈ വിഷയത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാനുമായി വളരെ മികച്ച ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കടലിടുക്ക് ഉടൻ തന്നെ പൂർണ്ണ സജ്ജമാകുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇക്കാര്യത്തിൽ സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും എന്നാൽ അന്തിമ കരാർ ഒപ്പുവെക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ആണവ നിരായുധീകരണ വിഷയം തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യമെങ്കിലും നിലവിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഹോർമുസ് കടലിടുക്ക് തുറക്കലിനാണ് മുൻഗണന നൽകുന്നതെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ഒമാന്റെ മാധ്യസ്ഥ ശ്രമങ്ങളെയും അമേരിക്ക പരോക്ഷമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നിലനിന്നിരുന്ന കനത്ത സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താൻ ഈ നയതന്ത്ര ചർച്ചകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നിരുന്നാലും പൂർണ്ണമായ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുവാൻ നിരവധി കടമ്പകൾ കടക്കാനുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ മുൻപുണ്ടാക്കിയ ധാരണകളുടെ ലംഘനങ്ങളെ ചൊല്ലി ചില തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക ഏകപക്ഷീയമായി ബദൽ കപ്പൽ പാതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇറാന്റെ ശക്തമായ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. കടലിടുക്കിലെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ ഒരു കാഴ്ചപ്പാടിൽ എത്തിച്ചേർന്നിട്ടില്ല. ചില പെന്റഗൺ ഉദ്യോഗസ്ഥർ ഈ താൽക്കാലിക കരാറുകളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം അവസാനിപ്പിക്കാൻ ഈ നയതന്ത്ര നീക്കങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ആഗോള ഇന്ധന വിപണിയിലെ വിലക്കയറ്റം തടയാനും ചരക്കു നീക്കം സുഗമമാക്കാനും ഹോർമുസ് കടലിടുക്കിന്റെ തുറന്നു പ്രവർത്തനം അനിവാര്യമാണ്. ചുരുക്കത്തിൽ മാസങ്ങളായി പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ ഹോർമുസ് കടലിടുക്ക് തർക്കത്തിന് ഒമാന്റെ മാധ്യസ്ഥതയിലൂടെ ഒരു പരിഹാരം കാണാൻ കഴിയുന്നത് ആഗോള സമാധാനത്തിന് വലിയൊരു ആശ്വാസമാകും.